ഹലോ കൂട്ടുകാരെ, അങ്ങനെ നമ്മളെല്ലാവരും കാത്തിരുന്ന ആ ദിവസം വന്നെത്തിയിരിക്കുകയാണ്. സ്റ്റാൻലി ജോസഫും ബാലചന്ദ്ര മേനോനും കണ്ടുമുട്ടുന്നു. അങ്ങനെ സ്റ്റാൻലി ജോസഫിൻ്റെ വീട്ടിലോട്ട് ബാലചന്ദ്ര മേനോനും ഗോവർദ്ധനും കൂടി വണ്ടി ഓടിച്ച് കയറുകയാണ്. ഗേറ്റിൻ്റെ മുന്നിലെത്തിയപ്പോൾ ഗോവർദ്ധൻ ആകെ പകച്ച് വണ്ടി ഓഫാക്കുകയാണ്. ബാലേട്ട, ഇതൊരു അതിഗംഭീര വീടാണല്ലോ, കാണുമ്പോൾ തന്നെ ഒരു നിഗൂഢത. എന്തൊരു വലിയ വീടാണിത്. ബാലചന്ദ്രൻ പറയും, അവർ എസ്റ്റേറ്റ് ബംഗ്ലാവല്ലേ, തീർച്ചയായും ഇത്ര വലിപ്പമൊക്കെ ഉണ്ടായിരിക്കും. നീ ഈ വീടിൻ്റെ ഭംഗി ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണോ ഗോവർദ്ധന ഇവിടെ മുന്നിൽ വണ്ടി നിർത്തിയിരിക്കുന്നത്, അതോ പട്ടികളെ പേടിച്ചിട്ടോ? അങ്ങനെയൊന്നുമല്ല ബാലേട്ട, എൻ്റെ ബാലേട്ടൻ കൂടെ ഉള്ളപ്പോൾ ഞാൻ എന്തിനാണ് ഭയക്കേണ്ടത് എന്ന് പറഞ്ഞ് ഗോവർദ്ധന വണ്ടി മുന്നിലോട്ട് എടുക്കുകയാണ്. അങ്ങനെ കാർ പോർച്ചിൻ്റെ എത്തുമ്പോൾ രണ്ട് നായ്ക്കൾ വീടിൻ്റെ മുൻപിൽ തന്നെ കിടക്കുന്നുണ്ട്. അവയെ കണ്ടപ്പോൾ ഗോവർദ്ധന ഉള്ള ഭയം ഒന്നും കൂടി ഇരട്ടിച്ചു. അപ്പോൾ ബാലചന്ദ്രനും പറയും, ഞാൻ ഇറങ്ങുകയാണ്, നീ ഇറങ്ങുന്നില്ലേ? ബാലേട്ട നിൽക്ക്, എനിക്ക് പേടിയാണ്, ഞാൻ വേണമെങ്കിൽ ഇവിടെ നിന്ന് ഹോൺ അടിക്കാം, ആരെങ്കിലും പുറത്തോട്ട് വരട്ടെ, അപ്പോൾ നമുക്ക് പുറത്തിറങ്ങാം, നീ ഇവിടെ ഇരുന്നു, ഞാൻ ഇറങ്ങുകയാണെന്ന് പറഞ്ഞ് ബാലചന്ദ്രൻ കാറ് തുറന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ ഈ രണ്ട് പട്ടികളും ബാലചന്ദ്രൻ അതിസൂക്ഷ്മമായി ഇങ്ങനെ നോക്കുന്നുണ്ട്. അധികം വൈകാതെ അകത്ത് നിന്ന് ഒരാൾ പുറത്തേക്ക് വരികയാണ്. അദ്ദേഹം അവിടുത്തെ ജോലിക്കാരനാണെന്ന് കാഴ്ചയിൽ തന്നെ മനസ്സിലാവും. അപ്പോൾ ബാലചന്ദ്രൻ പറഞ്ഞു, ഞാനിവിടെ ആളില്ലെന്ന് വിചാരിച്ചു ഈ പട്ടികൾ ഇവിടെ കിടക്കുന്നത് കണ്ടപ്പോൾ. സ്റ്റാൻലി ജോസഫിൻ്റെ വീടല്ലേ ഇത്, അദ്ദേഹം അകത്തില്ലേ എന്ന് ചോദിക്കുകയാണ് ബാലചന്ദ്രൻ. അപ്പോൾ ജോലിക്കാരൻ പറയും, അദ്ദേഹം അകത്തുണ്ട്, അദ്ദേഹം ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങളുടെ ഗേറ്റ് തുറന്നിടാറുള്ളൂ, സാറ് അകത്തുണ്ട് എന്ന്. സാറിനെ കാണാൻ വന്നതാണല്ലേ, ആര് വന്നെന്നാണ് പറയേണ്ടത് എന്ന്. ബാലചന്ദ്രൻ പറയും, പാലായിലുള്ള ഒരു കച്ചവടക്കാരനാണ്, പേര് ബാലചന്ദ്ര മേനോൻ, കാണാൻ വന്നു എന്ന് പറഞ്ഞാൽ മതി എന്ന് പറയും. എന്നാൽ ശരി സാർ, അകത്തോട്ട് വരൂ എന്ന് ബാലചന്ദ്രനെ അകത്തോട്ട് വിളിക്കുകയാണ്. അങ്ങനെ ആ കൊട്ടാര സദൃശ്യമായ ആ വീടിൻ്റെ ഉള്ളിലോട്ട് ബാലചന്ദ്രൻ കടന്നു വരികയാണ്. കടന്നു വരുമ്പോൾ വലിയൊരു സോഫ സെറ്റിൽ ഒരാളിങ്ങനെ ചാരി ഇരുന്ന് മദ്യപിക്കാൻ തയ്യാറായിരിക്കുന്നത് കാണാം. ബാലചന്ദ്രൻ അങ്ങോട്ട് കയറി വരുമ്പോൾ ഇയാളിങ്ങനെ ഇരിക്കുന്നുണ്ട്. ബാലചന്ദ്രൻ ഓരോ നിമിഷവും ആ വീടിൻ്റെ ഉൾഭാഗവും വീടിൻ്റെ അപ്പിയറൻസും ഒക്കെ കണ്ട് നോക്കി നിൽക്കുകയാണ്. കാരണം കാണുമ്പോൾ തന്നെ ഒരു ഭയാനകമായ ഒരു അന്തരീക്ഷമാണ് അവിടെ. കാരണം നായകൾ ചുറ്റും കിടക്കുന്നു, ഒരു പ്രത്യേകത, ഒരു മൂകത തളം കെട്ടിക്കിടക്കുന്ന വീടെന്നൊക്കെ പറയില്ലേ, അതുപോലെ തന്നെ. അങ്ങനെ ബാലചന്ദ്രൻ അകത്തോട്ട് കയറി വരുമ്പോൾ ഇയാൾ പറയുകയാണ്, സ്റ്റാൻലി ജോസഫ് പറയുകയാണ്, വെൽക്കം ബാലചന്ദ്ര മാൻ, വെൽക്കം, സ്റ്റാൻലി ജോസഫിൻ്റെ വീട്ടിലേക്ക് സ്വാഗതം, നൈസ് ടു മീറ്റ് യു മാൻ എന്ന് പറയുകയാണ്. അപ്പോൾ ബാലചന്ദ്രനും അതുപോലെ തന്നെ. അപ്പോൾ ബാലചന്ദ്രൻ വന്നു കഴിഞ്ഞ ഉടനെ ഒരു നായ സോഫയിൽ നിന്ന് ഇറങ്ങി ബാലചന്ദ്രന് ചുറ്റും ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ സ്റ്റാൻലി ജോസഫ് പറഞ്ഞു, ഭയക്കേണ്ട ബാലചന്ദ്രൻ, ഇതൊരു വെറും ഒരു സെക്യൂരിറ്റി ചെക്കപ്പ് മാത്രമാണ് എന്ന് പറഞ്ഞ് ബാലചന്ദ്രനോട് ഇരിക്കാൻ പറയുകയാണ്. അങ്ങനെ ബാലചന്ദ്രൻ അവിടെ നമ്മുടെ ഇരിക്കുകയാണ്. അപ്പോൾ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ആരാണ് എന്ന്. അപ്പോൾ എൻ്റെ പേര് ബാലചന്ദ്ര മേനോൻ എന്നാണ്, ഞാൻ പാലായിൽ നിന്നാണ് വരുന്നത്. ഓക്കെ, താങ്കൾ എന്തിനാണ് എന്നെ കാണാൻ വന്നത്, കച്ചവടത്തിനാണോ, എന്തിനാണ് വന്നത് എന്ന് ചോദിക്കണം. അപ്പോഴാണ് നമ്മുടെ സ്റ്റാൻലി ജോസഫിൻ്റെ മുഖം കാണിക്കുന്നത്. അപ്പോൾ ബാലചന്ദ്രൻ പറയും, ഞാൻ കാണാൻ വന്നത്, എനിക്ക് ഇവിടെ കുറേ നായ്ക്കളൊക്കെ ഉണ്ടല്ലോ, താങ്കൾക്ക് നായ്ക്കളോടൊക്കെ വലിയ താല്പര്യമുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ടെന്ന്. ഓ, ആരെ പറഞ്ഞാലാണ് താങ്കൾ കേട്ടത്, എനിക്ക് നായ്ക്കളെ വലിയ ഇഷ്ടമാണ്, അവർ വളരെ നന്ദിയുള്ള ജീവികളാണെന്ന്. ബാലചന്ദ്രൻ പറയും, അതെ, വളരെ നന്ദിയുള്ള ജീവികളാണ്, മനുഷ്യന്മാരെക്കാൾ നന്ദിയുള്ള നായ്ക്കളുണ്ട്, എനിക്കൊരു പെൺകുട്ടിയെ അറിയാം, ആ പെൺകുട്ടിക്കും ഇതേപോലെ നായകൾ വളരെ ഇഷ്ടമാണ് എന്ന് പറയുകയാണ്. ആട്ടെ, താങ്കൾ എന്തിനാണ് എന്നെ കാണാൻ വന്നത് എന്ന്. അത് ഞാനൊരു കാര്യം പറയാനാണ്. ആദ്യം ഞാൻ പറഞ്ഞല്ലോ ഒരു പെൺകുട്ടിയുടെ കാര്യം, എനിക്കറിയാവുന്ന ഒരു പെൺകുട്ടിയുണ്ട്. ഈ പെൺകുട്ടി നായ്ക്കളെ വളരെ ഇഷ്ടമാണ്. അവൾ കടയിലോട്ട് പോവുകയാണെങ്കിൽ കൂടി അവളുടെ പിന്നാലെ നായ്ക്കൾ വരും. ചില സമയത്ത് അവൾ റോട്ടിലിറങ്ങി നടക്കുമ്പോൾ നായ്ക്കൾ, അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന നായ്ക്കൾ പോലും അവളോട് എവിടെയാണ് പോകുന്നത് എന്ന രീതിയിൽ ചോദിക്കും. പണ്ടൊരിക്കൽ അവൾക്കൊരു അപകടം പറ്റിയപ്പോൾ ഒരു നായയാണ് അതിൻ്റെ യജമാനനോട് പോയി പറഞ്ഞ്, ഡോക്ടറായ യജമാനനോട് പോയി പറഞ്ഞ് അവളെ രക്ഷിച്ചത്. അപ്പോൾ നമ്മുടെ സ്റ്റാൻലി പറയാണ്, യജമാനൻ എന്ന് പറയരുത്, സുഹൃത്ത് എന്ന് വേണം പറയാൻ എന്ന് പറയുകയാണ്. അപ്പോൾ ബാലചന്ദ്രൻ പറയും, അങ്ങനെയെങ്കിൽ അങ്ങനെ ഉള്ളൊരു പെൺകുട്ടിയെ എനിക്ക് നന്നായിട്ട് അറിയാമെന്ന്. അപ്പോൾ അയാൾ പറയും, അപ്പോൾ നമ്മുടെ സ്റ്റാൻലി ചോദിക്കും, എന്നിട്ട് ആ പെൺകുട്ടിയുടെ വീട്ടിൽ നായ്ക്കളുണ്ടോ എന്ന്. അപ്പോൾ ബാലചന്ദ്രൻ പറയും, അവളുടെ വീട്ടിൽ നായ്ക്കളില്ല, കാരണം അവളുടെ അമ്മയ്ക്ക് നായ്ക്കളെ ഇഷ്ടമല്ല. അപ്പോൾ സ്റ്റാൻലി പറയും, എന്നാൽ ഒരു കാര്യം ചെയ്യൂ, ബാലചന്ദ്രൻ അടുത്ത തവണ വരുമ്പോൾ തീർച്ചയായും ആ പെൺകുട്ടിയെ ഇങ്ങോട്ട് കൊണ്ടുവരും, അവൾക്ക് തീർച്ചയായും ഇവിടെ ഇഷ്ടപ്പെടും എന്ന്. അപ്പോൾ നമ്മുടെ ബാലചന്ദ്രൻ പറയുന്ന മറുപടിയാണ് അതിമനോഹരം. അദ്ദേഹം പറയുകയാണ്, ഞാൻ ആ പെൺകുട്ടിയെ കൊണ്ടുവരുന്ന കാര്യം സംസാരിക്കാൻ തന്നെയാണ് സ്റ്റാൻലി ഇങ്ങോട്ട് വന്നത് എന്ന്. അപ്പോൾ സ്റ്റാൻലി അമ്പരപ്പോടെ ചോദിക്കും, ആ പെൺകുട്ടിയെ കൊണ്ടുവരുന്ന കാര്യം സംസാരിക്കാനോ, എന്താണ് ബാലചന്ദ്രൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ എന്ന്. അപ്പോൾ ബാലചന്ദ്രൻ ഇങ്ങനെയാണ് പറയുന്നത്, സർ, ഞാൻ
പാലായിൽ നിന്നാണ് വരുന്നത്. താങ്കൾക്ക് പാലായൊക്കെ അറിയോ എന്ന് ചോദിക്കും. എനിക്ക് പാലായൊക്കെ അറിയാം. താങ്കൾ പറഞ്ഞു വരുന്ന കാര്യം ഒന്നും കൂടി വ്യക്തമായി പറയൂ. ബാലചന്ദ്രൻ പറയും, ഞാൻ സാറിൻ്റെ കുറച്ച് കാര്യങ്ങൾ, ആദ്യം എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയണം, വളരെ വളരെ ചെറിയ കാര്യങ്ങൾ, അതൊന്ന് കൺഫേം ചെയ്യണമെന്ന്. അപ്പോൾ സ്റ്റാൻലി പറയും, ചോദിക്കൂ എന്ന്. അതിനുവേണ്ടി സ്റ്റാൻലി ചോദിക്കുന്നുണ്ട് ബാലചന്ദ്രന് ഡ്രിങ്ക്സ് വേണോ എന്ന്. പെഗ്ഗിന് 110 രൂപ മുതൽ 3 ലക്ഷം രൂപ വരെയുള്ള ഡ്രിങ്ക്സ് എൻ്റെ കയ്യിലുണ്ട്, ഏത് വേണമെങ്കിലും താങ്കൾക്ക് കഴിക്കാം. അപ്പോൾ ബാലചന്ദ്രൻ പറയും, എനിക്കിപ്പോൾ വേണ്ട, അതുകൊണ്ടാണ് എന്ന്. അപ്പോൾ വൈൻ എടുക്കണോ എന്ന് ചോദിക്കും. വൈനും വേണ്ട എന്ന് പറയും. അപ്പോഴത്തേനും നമ്മുടെ ജോലിക്കാരൻ അങ്ങോട്ട് വരികയാണ്. അപ്പോൾ ജോലിക്കാരനെ കണ്ടപ്പോൾ സ്റ്റാൻലിയോട് ബാലേന്ദ്രൻ പറയും, എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ളത് തികച്ചും കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള കാര്യമാണെന്ന്. അപ്പോൾ സ്റ്റാൻലി ആ ജോലിക്കാരനോട് പുറത്തേക്ക് പോകാൻ പറയും. അങ്ങനെ ബാലചന്ദ്രൻ ചോദിക്കുകയാണ്, നിങ്ങൾ പണ്ട് 24 വർഷം മുൻപ് ഡൽഹി കണ്ടോൺമെൻറ്റിൽ വർക്ക് ചെയ്തിട്ടുണ്ടോ? അപ്പോൾ സ്റ്റാൻലി പറയും, ഉണ്ട്, ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്, എന്താണ് കാര്യമെന്നും. അന്ന് തങ്ങളുടെ സുപ്പീരിയർ ഓഫീസറായിരുന്ന ഒരു ഗംഗാധര മേനോൻ താങ്കൾക്ക് ഓർമ്മയുണ്ടോ എന്ന്. അപ്പോൾ സ്റ്റാൻലി ആലോചിച്ചതിന് ശേഷം പറയും, ഗംഗാധര മേനോൻ എനിക്ക് ഓർമ്മയുണ്ട്, അയാൾ എൻ്റെ സുപ്പീരിയർ ഓഫീസറായിരുന്നു, താങ്കൾക്കും അയാൾക്കും തമ്മിൽ എന്താണ് ബന്ധം? ബാലചന്ദ്രൻ പറയും, ബന്ധമൊക്കെയുണ്ട്, ബന്ധമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ തീർച്ചയായും വന്നത്. അപ്പോൾ സ്റ്റാൻലിക്ക് വേറൊരു സംശയം, താങ്കൾക്ക് എൻ്റെ അഡ്രസ്സ് എവിടെ നിന്നാണ് കിട്ടിയതെന്ന്. ബാലചന്ദ്രൻ പറയും, അവധക്കുട്ടിച്ചായനാണ്, താങ്കളുടെ അപ്പനാണ് എനിക്ക് അഡ്രസ്സ് തന്നത്. പിന്നെ ഈ ഗംഗാധര മേനോൻ്റെ കൂടെ താങ്കൾ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഗംഗാധര മേനോനൊരു സഹോദരി ഉള്ളതായിട്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന്. അപ്പോൾ സ്റ്റാൻലി ചോദിക്കും, അതെന്തിനാണ് ഇപ്പോൾ നിങ്ങൾ അറിയുന്നത് എന്ന്, നിങ്ങൾക്കറിയേണ്ട ആവശ്യം എന്താണെന്ന്. ബാലചന്ദ്രൻ പറയും, വെറുതെ പാലായിൽ നിന്ന് ഒരുത്തൻ താങ്കളുടെ അഡ്രസ്സും കണ്ടുപിടിച്ച് ഇത്രയും ദൂരം വണ്ടി ഓടിച്ച് ഇങ്ങോട്ട് വരില്ലല്ലോ, എന്തെങ്കിലും ഒരു കാര്യമില്ലാതിരിക്കുമോ ഇത് ചോദിക്കുന്നതിനെന്ന്. താങ്കൾക്ക് അവരുടെ പേര് ഓർമ്മയുണ്ടോ? ഗംഗാധര മേനോൻ്റെ സഹോദരിയുടെ എന്ന്. അപ്പോൾ സ്റ്റാൻലി ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ നമ്മുടെ ബാലചന്ദ്രൻ ഒന്നും കൂടി പറയും, ഞാൻ ഒന്നും കൂടി വ്യക്തമായി ഓർമ്മിപ്പിക്കാം, കൈതക്കൽ മാളിയെ വീട്ടിൽ കുഞ്ഞിരാമൻ മേനോൻ്റെ മകൾ വൈജയന്തിയെ താങ്കൾക്ക് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ അത് കേട്ടപ്പോൾ നമ്മുടെ സ്റ്റാൻലി ആകെ അമ്പരന്ന് നിൽക്കുകയാണ്. അത്രയും നേരം സ്റ്റാൻലി മദ്യം മാത്രമേ കയ്യിൽ വെച്ചിരുന്നുള്ളൂ. പക്ഷെ കേട്ടതിൻ്റെ ആ ഒരു തരിപ്പിൽ അദ്ദേഹം ആ ഒരു ഗ്ലാസ് മദ്യം ഒറ്റയടിക്ക് വലിച്ചു കുടിക്കുകയാണ്. എന്നതിന് ശേഷം ബാലചന്ദ്രനെ നോക്കുകയാണ്. ബാലചന്ദ്രൻ്റെ കണ്ണുകളിൽ ഒരു പ്രത്യേകതരം തിളക്കം സ്റ്റാൻലിക്ക് കാണാം. സ്റ്റാൻലിയുടെ കണ്ണുകളിലാണ് 24 വർഷം മുൻപുള്ള ഓർമ്മകളാണ് സ്റ്റാൻലിയുടെ മനസ്സിലേക്കും ഹൃദയത്തിലേക്കും ഓടി വരുന്നത്. അങ്ങനെ ഈ രണ്ട് ഒറ്റക്കൊമ്പന്മാർ കണ്ടുമുട്ടുന്ന വളരെ മനോഹരമായൊരു എപ്പിസോഡായിരുന്നു ഇന്നത്തെ. നമ്മൾ പ്രതീക്ഷിച്ചത്ര സ്റ്റാൻലി വന്നിട്ടുണ്ടോ, അതോ നമ്മുടെ പ്രതീക്ഷയ്ക്കപ്പുറമാണോ സ്റ്റാൻലി എന്നൊക്കെ നമുക്കിനി വരും എപ്പിസോഡിൽ തീർച്ചയായും കാണാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തായാലും കൂടുതൽ നേരത്തെ മഴ തോരും മുൻപേയുടെ അതിമനോഹരമായ എപ്പിസോഡ്സ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി നിങ്ങൾ ഈ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ചെയ്യുക. ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂസ്, നിങ്ങളെ ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ കമൻ്റായിട്ട് നമ്മുടെ വീഡിയോയ്ക്ക് താഴെ സൂചിപ്പിക്കുക. താങ്ക്